ഹേ ഗായ്സ്, ദിസ് ഇസ് സിയ സ്റ്റോറീസ്. ഇന്ന് എൻ്റെ ഒരു സ്റ്റഡി വ്ലോഗ് കണ്ടാലോ? എനിക്ക് നാളെ അക്കൗണ്ടൻസിൻ്റെ എക്സാമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ തലേന്ന് വളരെ നേരത്തെ പഠിക്കാനിരുന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അങ്ങനെയാന്ന് തോന്നുന്നു. ഞാനും ആ കൂട്ടത്തിലാണ്. ലാസ്റ്റ് മിനിറ്റാണ് എനിക്ക് എപ്പോഴും. എന്താണെന്നറിയില്ല, എക്സാമിൻ്റെ തലേന്ന് പഠിച്ചാൽ മാത്രമേ ആ ഒരു തൃപ്തി കിട്ടുള്ളൂ. എനിക്ക് നാളെ പ്രാക്ടിക്കൽ എക്സാമാണ്. സോ തിയറി ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പഠിക്കായിരുന്നത്. പക്ഷേ എന്താ പഠിക്കേണ്ടത്, ഏതാ പഠിക്കേണ്ടത് എനിക്കൊരു ഐഡിയ ഉണ്ടായില്ല. അപ്പോൾ കുറേ നേരം വായിച്ച് ഒരു ഐഡിയ ഒക്കെ വരുത്തിയിട്ടാണ് ഞാൻ പഠിക്കാൻ തുടങ്ങിയത്. അതിൻ്റെ ഇടയിൽ ബോറടിച്ചപ്പോൾ ഞാൻ സ്നാക്സൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. അത് പിന്നെ മസ്റ്റാണല്ലോ. പിന്നെ അത് കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നേ? അത് വേറൊന്നുമില്ല, ഞാനൊരു സ്റ്റഡി ടിപ്പ് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഒരേ പൊസിഷനിലിരുന്ന് കുറേ നേരം ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ബോറടിക്കും, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, കോൺസെൻട്രേഷൻ പോവും. അപ്പോൾ അതിന് പകരം ഒരു ടോപ്പിക്ക് പഠിച്ച് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ നമുക്ക് പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്ന് റീകളക്ട് ചെയ്തെടുക്കാനും പറ്റും. പിന്നെ നമ്മൾ തിരിച്ച് പഠിക്കാൻ തുടങ്ങുമ്പം നമുക്ക് ആദ്യം പഠിച്ച അതേ എനർജിയിൽ വീണ്ടും പഠിക്കാനും പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും പഠിക്കുമ്പോൾ ബ്രേക്കുകൾ എടുത്തിട്ട് പഠിക്കാൻ നോക്കുക. അതേപോലെ തന്നെ ഇടയ്ക്ക് ബോറടിക്കുമ്പോൾ സ്നാക്സൊക്കെ കഴിക്കുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ പഠിക്കാൻ വിഷമമുള്ള ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ വായിച്ച് പഠിക്കാൻ വിഷമമുള്ള ആൾക്കാരാണെങ്കിൽ എഴുതി പഠിച്ച് നോക്കുക. എഴുതി പഠിക്കുന്നത് നമ്മളെ മെമ്മറി പവർ കൂട്ടാനും കൂടുതൽ നേരം ഇരുന്ന് പഠിക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പം അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ഹാപ്പി ലേണിംഗ്.